രീതിയുണ്ട്. എങ്ങനെയാണ് ശബരിമലയിലെ ക്ഷേത്രരൂപ കൽപ്പന, വ്രതം എങ്ങനെയാണ്, ആ ബുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് ബുക്കും അവൈലബിൾ ആണ്. അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് എടുത്തതാണ്. അത് കേരള ചരിത്രം എന്നുള്ള ഭാഗത്ത് നിന്ന് എടുത്തതാണ്. അത് പന്തളത്ത് തന്നെ ഒരു പഴയ തമ്പുരാൻ 400 വർഷം മുമ്പ് അത് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പല സ്ഥലത്ത് കിട്ടാനില്ല. അതിൻ്റെ അരവിന്ദ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന കോയമ്പത്തൂരുള്ളൊരു അയ്യപ്പൻ്റെ ഒരു ഭക്തൻ അതിനെ സംസ്കൃത ശ്ലോകങ്ങൾ കിട്ടിയതെല്ലാം എടുത്ത് അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ശ്രീ ഭൂതനാഥോപാഖ്യാൻ പിന്നെ മലയാളത്തിൽ 1920 കാലഘട്ടത്തിൽ കല്ലറക്കൽ കൃഷ്ണദത്ത എന്ന് പറഞ്ഞ ആള് ശ്രീ ഭൂതനാഥോപാഖ്യാനം കിളിപ്പാട്ടായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിൽ വിവരിക്കുന്നുണ്ട് എന്താണ് ശബരിമല വ്രതം എങ്ങനെയാണ്, എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഒരു ബന്ധവും ഇല്ലാത്തൊരു ഭാവം. പിന്നെ വേറൊരാൾ വന്നിട്ടുണ്ട്, പുതിയ ആൾ. അതിനെപ്പറ്റിയും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. വെളുത്തച്ഛൻ. ആരാണ് ഈ വെളുത്തച്ഛൻ? അവിടെ അടുത്തുള്ളൊരു പള്ളിയുണ്ട്. അവിടെ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധ പരിഷത്ത് ആരംഭിച്ച കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മതപരിവർത്തനത്തിന് വേണ്ടി അവിടുന്ന് വന്ന ഒരു സായിപ്പായ ഒരു അച്ഛൻ. അപ്പൊ നമ്മളെല്ലാം കുറച്ച് ഇത് നടക്കാറാണ്. നമ്മൾ അങ്ങനെ ഒരു സായിപ്പിനെ പോലെ ഇരിക്കുന്ന ആൾക്കാർ ഭാരതത്തിൽ കുറവാണ്, ഇത് നടക്കാറാണ്. അപ്പൊ നമുക്ക് തോന്നി ഈ വെളുത്ത ആൾ അച്ഛൻ അവിടെ വന്നു. അപ്പൊ അയാൾക്കിട്ട പേരാണ് വെളുത്തച്ഛൻ. ഈ വെളുത്തച്ഛനാണ് കൊണ്ട് അയ്യപ്പനവിടെ കൂട്ടിക്കെട്ടിയത്. അവിടെ പണ്ട് അയ്യപ്പൻ ചിരപ്പഞ്ചെറിയെ കളഞ്ഞു പിടിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ വെളുത്ത എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈഴവ സമുദായത്തിൽപ്പെട്ട വെളുത്ത എന്നൊരു വ്യക്തി. ചിരപ്പഞ്ചിറക്കാർ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ കുടുംബത്തിലുള്ളവരാണ് സുശീല ഗോപാൽ. AK ഗോപാലിന്റെ ഭാര്യയായി വന്ന സുശീല ഗോപാലിന്റെ കുടുംബമാണ് ഈ ചിരപ്പഞ്ചിറ. അതുകൊണ്ടൊക്കെയാണ് അവര് പിന്നെ ചിരപ്പഞ്ചിറയിലൊക്കെ പിന്നെ അവര് അയ്യപ്പനെയൊക്കെ വിട്ടുകളഞ്ഞു. അവർ കമ്മ്യൂണിസ്റ്റിൽ പോയി. ഇപ്പൊ തിരിച്ചു കറങ്ങി എങ്ങനെയും പഴയ സാധനങ്ങളൊക്കെ കിട്ടാൻ പറ്റുമോ എന്ന് വരുന്നു. അവർക്കായിരുന്നു അവിടെ പണ്ട് വെടിവഴിവാണ് ശബരിമലയിൽ ഓരോ വിഭാഗങ്ങൾക്കും ഓരോ അനുവദിച്ചു നൽകിയിരുന്നു. വെടിവഴിപാടിന്റെ അനുവാദം അവർക്കായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് പോയത്. ഇപ്പൊ തിരിച്ച് വെടിവഴിപാട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നടക്കുന്നു. അപ്പം ഇതുപോലെ പറഞ്ഞ ഈ ഒരു ബന്ധവുമില്ലാത്ത ബാബരെയും ഒരു ബന്ധവുമില്ലാത്ത വെളുത്തച്ഛനെയും മതേതരത്തിന്റെ പേരിൽ അയ്യപ്പനോട് കൂട്ടിക്കെട്ടിയിരിക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് അടുത്ത തലമുറയെങ്കിലും നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു പുതിയ ക്ഷേത്രം എരുമേലിയിൽ വാപുരസ്വാമിയുടെ യഥാർത്ഥ വാപുരസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലം, ആ ക്ഷേത്രം നശിക്കപ്പെട്ടതാണ്. ആ ക്ഷേത്രം കൊടിമരം ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. കൊടിമരം എന്നുള്ള ഉത്സവം ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. അത് നശിപ്പിക്കപ്പെട്ടതാണ്. ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാണ്. നമ്മുടെ ഇരിക്കുന്ന ശ്രീ ബാബപ്പണിക്കൽ ഉൾപ്പെടെ ആൾക്കാർ അതിന്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് ഞങ്ങളോടുള്ളവരാണ്. അപ്പൊ അതിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഒരു ഭാഗ്യത്തിന് അയ്യപ്പന്റെ പേരിൽ തന്നെ ശ്രീ ഭൂതനാഥ സേവാ സംഘം എന്ന് പറയുന്ന പേരിൽ തന്നെ ട്രസ്റ്റ് ഞങ്ങൾ ഉപയോഗിച്ചു. ആ ട്രസ്റ്റിന്റെ പേരിൽ ഞങ്ങൾ ആ സ്ഥലം വാങ്ങി. അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ പറയാൻ തുടങ്ങിയ ഒരുപാട് സമയം പോകും. ഈ വിഷയത്തിൽ നിന്നെല്ലാം മാറിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് എന്താണ്? ഇന്ന് എത്ര കുടുംബങ്ങളിൽ കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് സനാതന ധർമ്മമോ അല്ലെങ്കിൽ ഈശ്വരീയതയോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു? നമ്മുടെ ഷോഡശ സംസ്കാരങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ്. ഇന്ന് വിദ്യാരംഭമാണ്. അപ്പൊ നമ്മുടെ പുംസവനം മുതൽ, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് പുംസവനം മുതൽ നമ്മുടെ അന്ത്യേഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ത്യകർമ്മങ്ങൾ, മരണം കഴിഞ്ഞ് അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഉദയക്രിയ വരെയുള്ള കർമ്മങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സനാതന ധർമ്മത്തിലുണ്ട്. അതാണ് നമ്മുടെ ഈ പറഞ്ഞ ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത്. അതിലൊരു പ്രധാന സംസ്കാരമാണ് ഈ വിദ്യാരംഭം എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊക്കെ കുട്ടികൾ ജനിക്കുകയാണ്, ഇപ്പൊ ജനിപ്പിക്കുകയാണ്. അതാണ് ഇന്നത്തെ വ്യത്യാസം. ഇപ്പൊ പല ആൾക്കാരും ഹോസ്പിറ്റലിൽ ചെന്നാൽ വേദന എടുക്കാൻ പറ്റില്ല, അവിടെ നേരെ സിസേറിയൻ മതി എന്ന് അങ്ങോട്ട് പറഞ്ഞ് കുട്ടികളെ ജനിപ്പിക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല, ഇപ്പൊ 1-2 ജ്യോത്സ്യന്മാരെടുക്ക് പറഞ്ഞു, ചില ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കും നല്ല നാളെപ്പോഴാണ് വരുന്നത് ഈ ദിവസങ്ങളിൽ. അപ്പൊ നല്ല നാള് നോക്കി ആ നാളിന് സിസേറിയൻ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഒരു ഈശ്വരീയമായ ഒരു കാര്യമല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുന്നതും കുഞ്ഞ് പുറത്തു വരുന്നതും ഈശ്വരീയമായ കാര്യമാണ്. ഇത്ര നാള് കുറിച്ചാൽ ആ നാളിന് സംഭവിച്ചോളണമെന്നില്ല. അപ്പൊ അത് നമ്മൾ ഈശ്വരന് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ പുംസമാനം മുതൽ ജനനം കഴിഞ്ഞു ആ കുട്ടി ഭൂമിയുമായിട്ട് കുട്ടിയെ ബന്ധിപ്പിക്കുന്നതാണ് 28 ഘട്ടം എന്ന് പറയുന്നത്. നിനക്ക് നമ്മുടെ പഴയ ഓരോ കാര്യങ്ങൾക്കും അതിന് കൃത്യമായ അതിനെല്ലാം സയന്റിഫിക് റീസൺസ് ഉണ്ട്. കറുത്ത നൂല് കെട്ടുന്നത് അവന് അത്രയും കാലം ഈശ്വരീയതയിൽ നിന്ന ആള് ആ കുട്ടി ഭൂമിയിലെ മറ്റു കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുകയാണ് ആ കറുത്ത നൂലുകെട്ടിലൂടെ. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്ത വരുന്നതെന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ നാമകരണം.
നാമകരണമാണ് ഇപ്പൊ ഏറ്റവും വലിയ കോമഡി. പണ്ട് നമ്മൾ കുട്ടികൾക്ക് പേരിടുന്നത് ഈശ്വരീയമായ നാമങ്ങളാണ്. ആൺകുട്ടികളാണെങ്കിൽ എല്ലാവർക്കും മഹാവിഷ്ണുവിന്റെയോ പരമേശ്വരന്റെയോ അയ്യപ്പന്റെയോ സുബ്രഹ്മണ്യന്റെയോ അതുപോലുള്ള നാമങ്ങളാണ്. എന്തിനും ഇവിടുത്തെ വലിയ കമ്മ്യൂണിസ്റ്റുകാരന്മാരെ നാമങ്ങളൊന്നും എടുത്തു നോക്കിയേ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കിയ കൃഷ്ണപിള്ള, അത് കഴിഞ്ഞ് കൃഷ്ണൻ നയനാർ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, പിന്നെ വന്ന കൊടിയേരി ബാലകൃഷ്ണൻ, അച്യുതാനന്ദൻ, ഇവരൊക്കെ പക്ക കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവരെല്ലാം ഈശ്വര വിശ്വാസികളല്ല. പക്ഷെ ഇവരുടെയൊക്കെ പേരുകൾ ഈശ്വരന്റെ നാമങ്ങളാണ്. അപ്പൊ ഈ ഈശ്വരന്റെ നാമങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾ കിട്ടുകൊണ്ടിരുന്നത്. പണ്ട് ഈ ഭാഗവതത്തിലൊരു കഥയുണ്ട്, അജാമിള മോക്ഷം. എത്ര പേര് മനസ്സിലാക്കിയിട്ടൊന്നും അറിയില്ല. അജാമിള എന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് അന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്. അയാൾ ഈശ്വര നിഷേധിയായി, തീരെ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു. ആ ആള് മരണസമയത്ത്, നമ്മളീ പറയില്ലേ മരണസമയത്ത് ചക്രശ്വാസം വലിക്കുക എന്ന് പറയും. ജീവൻ പോകത്തുമില്ല, ജീവൻ ഒരു നിവൃത്തിയില്ലാതെ ചക്രശ്വാസം വലിക്കുന്നുണ്ടെന്നാണ്. ആ ചക്രശ്വാസം വലിക്കുമ്പോൾ ഇയാൾക്ക് ഒരു നിവൃത്തി. ഇയാളുടെ ഭാര്യ ഈശ്വര വിശ്വാസം ആരെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഭാര്യ മോനിട്ട പേര് നാരായണൻ എന്നാണ്. അപ്പൊ ഇയാൾ ഈ വേദന വരുമ്പൊക്കെ മോനെ വിളിക്കും, നാരായണ 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 നീ വിളിച്ചോണ്ടിരുന്നു. ഇത് ഭഗവാൻ കേട്ടു. അപ്പൊ നമുക്ക് അങ്ങനെ പോലും ഭഗവാൻ കേൾക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ പോലും അനുഗ്രഹിക്കുന്നുള്ളതാണ്. അപ്പം സ്വന്തം മകനായ നാരായണനെ നാരായണ എന്ന് വിളിച്ചത് ഭഗവാന്റെ നാമമായതുകൊണ്ട് അജാമിളന് മോക്ഷം കിട്ടിയെന്നാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് നാമം ഇടുന്നത് എന്തിനാണ്? ആ കുട്ടികൾക്ക് ആ നാമം എന്ന് പറയുന്നത് അവന്റെ ഐഡന്റിറ്റി ഇല്ലേ? ആ ഐഡന്റിറ്റിക്ക് വേണ്ടി നമുക്ക് ഭഗവാന്റെ നാമം. ഇപ്പൊ അത് എന്തെല്ലാം ഫാഷന് വേണ്ടി ചില ആൾക്കാർ പറയുന്ന പേരുകൾ കേട്ടാൽ തോന്നും അതിന് അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ്. അതൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. ഒരു അർത്ഥവുമില്ല. എന്തെങ്കിലും ഒരു അച്ഛന്റെയും അമ്മയുടെയും പേര് മാക്രി എന്നൊക്കെ പേരെടുക്കണമെങ്കിൽ മാധവനും കൃഷ്ണമ്മയും ചേർന്ന മാക്രി, ആലോചിച്ച് നോക്കിയേ. അങ്ങനെ വരെ വേണമെങ്കിൽ പേരിടുന്ന കാലഘട്ടമാണത്. ആ മാക്രിയുടെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. നാളെ അവന്റെ പേരെന്താ? എന്റെ പേരെന്താ? മാക്രി. കൊള്ളാം, നല്ല പേര്. അച്ഛൻ മാധവൻ, അമ്മ കൃഷ്ണ, അപ്പൊ മാക്രി. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പൊ അത് മാറി ആ നാമകരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള സംഭവമാണ് കുഞ്ഞിന്റെ ജീവിതത്തിൽ. അപ്പൊ ആ നാമകരണം ആൺകുട്ടികളാണെങ്കിൽ കൃത്യമായി നമ്മൾ ഈശ്വരീയ നാമം നമ്മൾ ഇടണം. പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ ഈശ്വരീയ നാമം ഇടണം. അതിൽ ഫാഷനും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ദാക്ഷായണിയും കല്യാണിയും ഒക്കെ ഇപ്പൊ ഫാഷനാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആവാന്നുള്ളതാണ്. അടുത്ത കുട്ടിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള സംഭവം എന്ന് പറയുന്നത് അന്നപ്രാശം അല്ലെങ്കിൽ ചോറൂണ് എന്ന് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആദ്യമായിട്ട് അമ്മയുടെ പാല് കഴിഞ്ഞ് ആദ്യമായിട്ടൊരു ഭക്ഷണം കഴിക്കുന്ന, ഇപ്പൊ അമ്മയുടെ പാല് മാത്രമല്ല, ഇപ്പം പലർക്കും പല പഴയ കാലഘട്ടമല്ലല്ലോ, ഇപ്പം കുറെ കുപ്പിപ്പാലും ഒക്കെ കുട്ടികളെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് എന്നാൽ തന്നെ ഒരു ഘനരൂപത്തിലുള്ള ഭക്ഷണം ആദ്യം കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദമായിരിക്കും എന്നാണ്. ആ പ്രസാദം സ്വീകരിക്കുന്ന ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ പോയി അന്നപ്രാശം. അത് കഴിയുമ്പോൾ കുട്ടി ആഹാരം, നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഇന്ന് നടന്നത് വിദ്യാരംഭം. എന്താണ് വിദ്യാരംഭം? വിദ്യ അമ്മയാണ്. ഒരു വിദ്യ എന്തിനാണ്? വിദ്യ നമുക്കൊരു വഴികാട്ടിയാണ്. ആ വഴിയിലൂടെ പോയാലേ നമുക്ക് അക്ഷരത്തിലൂടെ പോയാലേ നമുക്ക് വിദ്യ എടുക്കും. ആ വിദ്യയിലൂടെ പോയാലേ ജ്ഞാനം ഉണ്ടാവും. അപ്പൊ ജ്ഞാനത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് അക്ഷരം. ആ അക്ഷരമാണ് ഇന്ന് എഴുതി തുടങ്ങുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അപ്പൊ അത് പലപ്പോഴും നമ്മളിപ്പോ കാണുന്നത് എന്താ? ഒരു പത്രത്തിൽ ഒരു പടം വരണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വരണം എന്ന് പറഞ്ഞിട്ട് പത്രം ഓഫീസിൽ, ഈ പറഞ്ഞ പാർട്ടി ഓഫീസുകളിൽ ഇപ്പോ ഈ ഒരു പരസ്യം കണ്ടു. കേരളത്തിലെ മാളുകളിൽ, ലുലു മാൾ ഉൾപ്പെടെയുള്ള മാളുകളിൽ വിദ്യാരംഭം നടത്തുന്നു. ഈ മാളുകളിൽ എങ്ങനെ വിദ്യാരംഭം നടത്തുന്നു? എന്ത് വിദ്യാരംഭത്തിന് എന്താ ഒരു ഈശ്വരീയമായ ചൈതന്യം വേണ്ടേ അവിടെ? അതില്ലാ സ്ഥലത്ത് വിദ്യാരംഭം നടത്തും. വിദ്യാരംഭം നടത്തേണ്ടത് ഈശ്വരീയമായ ചൈതന്യങ്ങളുടെ സന്യായിരിക്കണം. ക്ഷേത്രങ്ങളിലാവാം, അല്ലെങ്കിൽ ഒരു സന്യാസി ആശ്രമങ്ങളിലാവാം. അല്ലാതെ തോന്നിയെടുത്ത് നടത്താനുള്ള അല്ല വിദ്യാരംഭം. ആ വിദ്യാരംഭം അങ്ങനെ നടത്തുന്നതുകൊണ്ടാണ് ഇവനൊക്കെ നാളെ വിദ്യ എന്ന് പറയുന്ന പോലും ഇല്ലാതായി പോകുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ അടുത്ത തലമുറയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കളുടെ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന് അടിമയായിരിക്കുന്നത് ഹിന്ദു കുട്ടികളാണ്. ഇടയ്ക്ക് ഒരു കേരളത്തിലെ പ്രസിദ്ധമായ ചാനൽ ഈ ഒരു വിമൻസ് കോളേജിൽ ഒരു സർവേ നടത്തി. പെൺകുട്ടികളുടെ വിവാഹ സങ്കല്പമാണ് സർവേ. ഈ സർവേയിൽ ഒരുപാട് ഹിന്ദു കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ 10 സങ്കല്പം എന്താണ്?
ഇവരെല്ലാം പറഞ്ഞെന്താണെന്നറിയാം, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സങ്കല്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരായാലും ജാതി മതമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരായാലും ഞങ്ങൾ കേട്ടു. ഇതാണ് ഹിന്ദു പെൺകുട്ടികൾ 99% പറഞ്ഞത്. അതേ സമയത്ത് അതേ കോളേജിൽ പഠിക്കുന്ന ഇസ്ലാമുകളായ തട്ടമൊക്കെ ഇട്ട ചില പെൺകുട്ടികളോട് വെച്ച് ചോദിച്ചു. ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ വളർന്നു വന്നൊരു സാഹചര്യമുണ്ട്, ആ സാഹചര്യവുമായിട്ട് ഒത്തുവരാത്തവരെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ വന്നു. അപ്പൊ ഇവര് വളരെ കൊച്ചിലെ തൊട്ട് ഇവർ പഠിച്ചു വന്ന രീതിയുണ്ട്, അവരുടെ മതത്തെ പറ്റി അവർ മനസ്സിലാക്കുന്നു, അവരുടെ സാഹചര്യത്തെ പറ്റി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. നമുക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. എത്ര വീടുകളിൽ വിളക്ക് വയ്ക്കുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഇത് ഇങ്ങനൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഭാരതീയം ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടൊക്കെ. കുറച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആ ഒരു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരും ആ ഈശ്വരീയ ചിന്തയുള്ളവരുമാണ്. പക്ഷേ നിങ്ങൾ കേരളത്തിലോട്ട് വന്ന് നോക്കൂ, എന്തിനാണ് ഒരു വീടുകളിൽ വിളക്ക് വയ്ക്കുന്നത്? വിളക്ക് വയ്ക്കുന്നത് 2 സമയത്ത് വിളക്ക് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും. സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താ? സന്ധ്യയാണ്, അതായത് ഇരുട്ട് കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പുലർച്ചെ വരുന്നത്. അപ്പൊ അതൊരു സന്ധ്യ സമയമാണ്. പണ്ട് നമ്മൾ പറയില്ലേ ഈ പറഞ്ഞ ഈ എന്താ പറയാ ഈ സന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഈ ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ പറയുന്നത്? സന്ധ്യ സമയത്ത് ഈ അന്തരീക്ഷത്തിന്റെ ചൈതന്യത്തിന് ലോകം ഉണ്ടാവും. ആ സമയത്താണ് നെഗറ്റീവ് എനർജി നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരുന്നത്. ആ നെഗറ്റീവ് എനർജി കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സന്ധ്യ സമയത്ത് വിളക്ക് എത്തിക്കുന്നത്. ആ വിളക്ക് എത്തിച്ചിരിക്കുന്ന ഈശ്വരീയ ചൈതന്യം അവിടെ. വിളക്കിലുള്ളത് ഈശ്വരീയ ചൈതന്യമാണെന്ന് സംശയമൊന്നുമില്ലല്ലോ. വിളക്കിലുള്ള ഒരു ശബ്ദതരംഗത്തെ പറ്റി നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? നാസ കണ്ടുപിടിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, സൂര്യതരംഗത്തിൽ നിന്നും വരുന്നൊരു ശബ്ദം, സൂര്യന്റെ രശ്മികളിൽ നിന്ന് ശബ്ദതരംഗം. അതെന്താണെന്നറിയാമോ? സൂര്യരശ്മികളിൽ നിന്ന് ശബ്ദതരംഗം പുറപ്പെടുന്നുണ്ടെന്ന് നാസ തെളിയിച്ചിട്ടുണ്ട്. അതാണ് ഓംകാരം. ഓംകാരം എന്ന് പറയുന്ന ശബ്ദമാണ് സൂര്യകിരണങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ശബ്ദതരംഗം. അതുപോലെ നമ്മൾ ഈ കത്തിച്ചു വയ്ക്കുന്ന വിളക്കിൽ നിന്ന് ശബ്ദതരംഗം വരുന്നുണ്ട്. ആ ശബ്ദതരംഗത്തിന്റെ അർത്ഥം സംസ്കൃത വാക്കാണ് തഥാസ്തു എന്നാണ്. തഥാസ്തുവിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ്. അപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞില്ലേ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. നമ്മളെ പഴയ ആൾക്കാർ പറയുന്ന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. എന്തിനാ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈശ്വരൻ സർവ്വവ്യാപിയല്ലേ. വിളക്ക് കത്തിക്കാതെ പ്രാർത്ഥിച്ച ഈശ്വരൻ കേൾക്കില്ലേ? കേൾക്കും. നമുക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൂടെ? നമുക്ക് എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം. പക്ഷേ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരണം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം, സാമ്പത്തികമായിട്ട് കെട്ടുറപ്പുണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം, അസുഖങ്ങൾ വരരുത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ വിളക്ക് അവിടെ നിന്നിട്ട് നമ്മൾ പറയുന്നതെല്ലാം തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. അതിനാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ, പല വീടുകളിലും വിളക്കൊരു ഫാഷനാണ്. വൈകുന്നേരം ആകുമ്പോൾ ഒരു ഫാഷന് വേണ്ടി വിളക്ക് കത്തിച്ചൊരു മുടി വയ്ക്കും. എന്നിട്ട് നേരെ പെണ്ണുങ്ങൾ ഓടുന്ന എങ്ങോട്ടാണ്? ഞാൻ ചിരിക്കുന്ന പോലെ നേരെ ടെലിവിഷന്റെ മുന്നിലേക്ക് ഓടുന്നു. അവിടെ കാണിക്കുന്നത് എന്താ? ഉള്ള വീട് കുടുംബ ചിത്രമാണ് ടെലിവിഷനിൽ വരുന്ന എല്ലാ കഥകളും. പ്രത്യേകിച്ചും ഹിന്ദുക്കളെ മാത്രമേ അത് കൊടുത്തുള്ളൂ. മറ്റ് മതക്കാരെ ഒന്നും തൊടാൻ പേടിയാണ് അവർക്ക്. മറ്റ് മതങ്ങളിൽ ആ കുടുംബങ്ങളിൽ ചിത്രമുണ്ടെന്നോ വഴക്കുണ്ടെന്നോ ഒന്നും മിണ്ടത്തില്ല. ഒരു മുസ്ലിം കുടുംബങ്ങളിലെയോ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെയോ എന്തെങ്കിലും പ്രശ്നം ഏതെങ്കിലും ചാനലിൽ ഏതെങ്കിലും സീരിയലുണ്ടോ? ഹിന്ദു കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം അന്തചിത്രം. ഇത് കണ്ടിട്ട് ഈ സന്ധ്യ സമയത്ത് ഇവരിന്ന് കണ്ണു നിറയും. ഇവർക്ക് വിഷമം കൂടിയിട്ടേ. സ്ത്രീകളല്ലേ, അവർ ലോല ഹൃദയരാണ്. അവരിത് കണ്ടിട്ട് അവരുടെ വിഷമം പാവം വിളക്കവിടെ നിന്ന് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ സീരിയൽ നടക്കുന്നൊക്കെ വീടുകളിൽ സംഭവിക്കും. ഇതാണ് നമ്മുടെ പല ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അപജയങ്ങളുടെ ഒരു കാരണം. അതുപോലെ പണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നില്ലേ ഭക്ഷണം കഴിക്കുന്നു. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും അത്താഴത്തിനായാലും എല്ലാവരും ഒന്നിച്ചിരുന്നു. ഇന്ന് എത്ര വീടുകളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ കാണാൻ പറ്റും? ഒരു വീടുകളിലും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, കേരളത്തിലെ അല്ല, ഇവിടുത്തെ അവസ്ഥ അറിയില്ല. കേരളത്തിലെ അവസ്ഥ ഞാൻ പല നഗരങ്ങളിലും വീടുകളിലെ അടുക്കളകളിലും അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പണ്ട് പറയും പൂച്ച പറ്റി കിടക്കുകയാണ്. തീ കത്താതെ വരുമ്പോഴാണ് പൂച്ച പറ്റി കിടക്കുന്നത്. ആ അവസ്ഥയാണ് പല അടുക്കളകളും. ഇന്ന് നമ്മൾ നഗരങ്ങളിൽ ചെന്ന് നോക്കിയാൽ കാണാം, അവിടെ ഈ പറഞ്ഞ ഈ മഞ്ഞയും
ചുവപ്പും ഒക്കെ വേഷമിട്ട് ബൈക്കുകൾ ഇങ്ങനെ പായുന്നത്, സ്വിഗ്ഗി, സൊമാറ്റോ, മറ്റത് മറിച്ചെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഇവരാണ് നാട് ഭരിക്കുന്നത്. അപ്പൊ മാത്രമല്ല, വീടുകളിൽ സംഭവിക്കുന്നത് എന്താ? അച്ഛൻ ഇഷ്ടം ഒരു സാധനം അടിക്കുക, അച്ഛൻ അച്ഛന്റെ മൊബൈലിൽ നിന്ന് ഓർമ്മ ചെയ്യും. അമ്മയ്ക്ക് ഇഷ്ടം വേറെ സാധനം അടിക്കുക, അമ്മ അമ്മയുടെ മൊബൈലിൽ നിന്ന് ഓർമ്മ ചെയ്യും. മക്കൾ അവരുടെ മുറികളിലായിരിക്കും, അവർ അവിടെ നിന്ന് ഓർമ്മ ചെയ്യും. അപ്പൊ ഇത് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന പോയിട്ട് ഒന്നിച്ച് കാണാറ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ആദ്യം ധരിപ്പിക്കുന്ന ഒരുപാട് സമീപിക്കൊണ്ടിരിക്കുന്നു. ഈ എറണാകുളത്ത് നടന്നൊരു സംഭവം കൂടെ പറയാം. ഒരു ഹിന്ദുവിന്റെ അവസ്ഥയാണ്. എറണാകുളത്ത് പനമ്പള്ളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉന്നത കുലജാതരായ, അവിടുത്തെ ഏറ്റവും പോഷായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകള്. ആ മകള് ഒന്നങ്ങ് പ്രസവിച്ചു. അച്ഛനും അറിഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല. ബാത്റൂമിൽ നിന്ന് ആ കുട്ടിയെ ഒരു കൊരിയറിന്റെ കവറിനകത്ത് പൊതിഞ്ഞ് റോഡിലേക്ക് വലിച്ചത്. എല്ലാവരും വായിച്ചു കാണും, കേട്ട് കാണും, അറിഞ്ഞു കാണും. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ പോട്ടെ, പ്രസവിച്ചത് പോട്ടെ, എല്ലാം പോട്ടെ, ഒരു അമ്മയും അച്ഛനുമായി ഒപ്പമല്ലേ ആ മകൾ 10 മാസം ആ വീട്ടിൽ ജീവിച്ചത്? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് അമ്മമാർക്കുണ്ട്. ഒരു അമ്മയ്ക്ക് മനസ്സിലാവില്ലേ ഒരു മകളുടെ ശാരീരികമായ വ്യത്യാസം? ഒരു അമ്മയ്ക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്റെ മകൾക്ക് ശാരീരികമായ വ്യത്യാസമുണ്ട്, അവൾ ഗർഭിണിയാണെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവർ അമ്മയല്ല. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ട് മനസ്സിലാക്കാതിരിക്കുന്നു? ആ അമ്മയും മകളുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ട് ബന്ധമാവില്ല. ഹൗസ് അല്ല ഹോം. ഹോം ഈസ് വെരി ഡിഫറെന്റ് ദാൻ ഹൗസ്. ഹൗസ് എന്ന് പറഞ്ഞാൽ വീടാണ്, ഹോം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. അപ്പൊ ഒരു ഹൗസ് കുടുംബമാവണമെങ്കിൽ, ഹൗസ് ഹോം ആവണമെങ്കിൽ ആ കുടുംബത്തിനകത്ത് എല്ലാവർക്കും തമ്മിൽ ബന്ധം ഉണ്ടാവണം. ആ ബന്ധമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. രാവിലെ വൈകുന്നേരം വിളക്ക് വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്നു 10 മിനിറ്റ്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് പോയി വന്നാൽ കുളിച്ചില്ലെങ്കിൽ കുളിക്കണം നിർബന്ധം. പിന്നെ എന്തെങ്കിലും പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ കുളിക്കണ്ട, മേല് കഴുകിയിട്ട് പറയും. മേല് കഴുകിയിട്ട് വന്ന് ഭസ്മക്കുറി ഇട്ടിട്ട് കത്തിച്ച് വെച്ച വിളക്കിന്റെ മുമ്പ് ഇരുന്ന് 10 മിനിറ്റെങ്കിലും ശ്രീയുടെ രാമരാമരാമെങ്കിലും വെച്ചില്ലെങ്കിൽ രാത്രി ഭക്ഷണം തരില്ല, അത്താഴ ഭക്ഷണം ഇടവേണ്ടി വരും. അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ് ഞങ്ങളെ പുറകെ. അപ്പൊ അത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവരും കൂടി നിന്ന് 10 മിനിറ്റെങ്കിലും ഈശ്വരനാമം ജപിക്കുക, ഒരു നേരമെങ്കിലും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക, കഴിയുന്നത് വീട്ടിൽ തന്നെ ഉള്ളത് വീട്ടിൽ വെച്ച് കഴിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബന്ധങ്ങളുണ്ടാവും. ഒന്ന് ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപജയത്തിന് കാരണം. അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമുക്ക് ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പൊ ഭാരതീയമായാലും ഒരുപാട് കൂട്ടായ്മകളുണ്ട്. വിശ്വപരിഷത്ത് തന്നെ അതിനുവേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കുക, ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള രീതി. പിന്നെ മാത്രമല്ല, പലപ്പോഴും നമ്മൾ കാണുന്നു ഇന്നത്തെ അവസ്ഥ എന്താ, പല അമ്മമാരെയും കൊണ്ട് നടതള്ളുന്ന അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അക്ഷര അമ്മയാണ്, സ്വന്തം അമ്മയെ നോക്കാത്തവരാണ് അക്ഷരം നോക്കുന്നത്. ഗുരുവായൂരും ഓച്ചറയും കൊണ്ട് അമ്മമാരെ കളഞ്ഞിട്ട് പോകും. ആ രീതിയിലേക്ക് വരെ മാറിയിരിക്കുന്നു. ബന്ധങ്ങളില്ലാത്തതാണ്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. സ്വന്തം അമ്മയുടെ ഒരു ബഹുമാനം തോന്നണമെങ്കിൽ ആ അമ്മയും മകനുമായിട്ടല്ലേ, മകളുമായിട്ട് ആ ബന്ധത്തിന് ആ ഒരു ഊഷ്മളത ഉണ്ടാവണം. ഇല്ലെങ്കിൽ അമ്മയുടെ എന്ത് ബന്ധം? ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രസവിച്ചതല്ല, മറ്റേ ഓപ്പറേഷൻ ചെയ്തെടുത്ത് അങ്ങനെ വന്ന ഒരു ബന്ധമില്ല. ആ ബന്ധമില്ലായ്മയാണ് അവസാനം വയസ്സാകുമ്പോഴത്തേക്കും കൊണ്ട് കളയേണ്ടി വരും. അവസാനം അതിനൊക്കെ നമ്മൾ ആ ബന്ധം ഇല്ലാതെ വളർത്തുന്നവർ തയ്യാറായി കൊള്ളുക. നാളെ നമ്മളെ അമ്മയെ ഉപേക്ഷിച്ചിരിക്കും, നാളെ നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണെന്ന് മനസ്സിലായിക്കോട്ടെ. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അത്തരം ബന്ധങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. കുട്ടികളുമായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ കുട്ടികൾക്ക്, പണ്ടൊക്കെ നമ്മുടെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മുടെ ചരിത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നമ്മുടെ മുൻ തലമുറ പറഞ്ഞു തന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ കുട്ടികൾ സമയം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് വീട്ടിൽ സമയം ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പൊ തന്നെ ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുവന്ന് കുട്ടിയെ കൊണ്ട് തൊഴിച്ച് ക്ഷേത്രം എന്താണെന്നോ അവിടുത്തെ എന്താണ് പ്രതിഷ്ഠയുടെ പ്രത്യേകതയെന്നും പറ്റുമെങ്കിൽ അവിടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. അപ്പൊ കുട്ടികളെ കൊണ്ടുവരിക. പരിസരത്ത് നമ്മളിപ്പോ സപ്താഹങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഗംഭീരമായ സപ്താഹം നടക്കുന്നുണ്ട്. ഞാൻ പരിസരത്തും പോകുന്നു സപ്താഹ ഉദ്ഘാടനം. ഞാൻ പറയും സപ്താഹ സമയത്ത്, സപ്താഹം നടക്കുന്ന സ്ഥലത്ത് 12 മണിയാകുമ്പോൾ ഉച്ചയാകുമ്പോൾ ആൾ നിറയും, 1 മണിയാകുമ്പോൾ ആൾ ഒഴിയും. കാര്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് സപ്താഹത്തിന് ആൾക്കാർ വരുന്നത്, അതല്ലല്ലോ വേണ്ടത്. അപ്പൊ അവിടെ വന്ന് എന്തിനാണ് സപ്താഹം നടത്തുന്നത്? അവിടെ ഇരിക്കുന്ന ഭഗവാന് വേണ്ടിയാണ്. ഭഗവാൻ എന്തിനാ സപ്താഹത്തിന്റെ ആവശ്യം? ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് സപ്താഹം ഉൾപ്പെടെയുള്ള ഉത്സവം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇവിടെ പൂർണ്ണ പുഷ്കര സമേത ധർമ്മശാസ്ത്രാവാണ്. ധർമ്മശാസ്ത്രാവിന് ഇവിടെ മാത്രമേ ഉള്ളൂ സ്ഥലം. ഇതേ ധർമ്മശാസ്ത്രാവല്ലേ അവിടെ അച്ഛൻ പോയിരിക്കുന്നത്. ലോകത്ത് എത്രയോ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ആർക്ക് വേണ്ടിയാണ്? ഈ ക്ഷേത്രം ധർമ്മശാസ്ത്രത്തിന് വേണ്ടിയല്ല,
ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ഭക്തർക്ക് വേണ്ടിയാണ് ക്ഷേത്രം, ശാസ്താവിന് വേണ്ടിയല്ല. ശാസ്താവിന് വേണ്ടി ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അതുപോലെ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് അവരെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുക. ഇതുപോലെ സപ്താഹങ്ങളുണ്ടെങ്കിൽ പങ്കെടുപ്പിക്കുക. അതുപോലെ നമ്മൾ ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. അങ്ങനെ കുറച്ചൊക്കെ ഒരു ഹിന്ദു ചിന്ത അവന്റെ ഉള്ളിൽ വന്നില്ലെങ്കിൽ നാളെ ഈ കുട്ടികളെ നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിർത്താൻ കഴിയില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. ഞാൻ അതിന് ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഒരു നല്ല സംരംഭത്തിന് നല്ലൊരു ദിവസം എന്നെ ക്ഷണിച്ചു വലിച്ച ഈ ഭാരതീയ കൂട്ടായ്മയോടും ഇവിടെ എന്നെ ഇത്രയും നേരം ശ്രമിച്ച എല്ലാ ആൾക്കാരോടും എല്ലാ രീതിയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയെങ്കിലും നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ വരട്ടെ. അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ടത് ബാബരല്ല, ബാബുവിനാണ് മനസ്സിലാക്കുക. വെളുത്തച്ഛൻ എന്ന സംഭവത്തിന് അയ്യപ്പനായിട്ട് ബന്ധമില്ലെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ ഞാൻ ഇപ്പൊ മറ്റേ നോയിഡ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഇവിടുത്തെ പ്രസിഡന്റിയോട് പറയുന്നു, ഈ ക്ഷേത്രത്തിലും ബാബുരസ്വാമിയുടെ ഒരു സ്ഥാനം ഉണ്ടാക്കുക. നമ്മൾ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ബാബുരസ്വാമിയുടെ സ്ഥാനം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ എലിമേലിൽ ബാബുരസ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നു. ബാംഗ്ലൂർ പല ക്ഷേത്രങ്ങളിലും സ്വാമി എന്ന ബാബുരസ്വാമിയുടെ പ്രതിഷ്ഠ ബാംഗ്ലൂരിൽ നടത്തി. അപ്പൊ അതുപോലെ നമുക്ക് ആൾക്കാർ മനസ്സിലാക്കട്ടെ ഇത് ബാബുരസ്വാമിയാണ്. അപ്പൊ ആൾക്കാർ എന്താണ് ബാബുരസ്വാമി? അപ്പൊ നമുക്കവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ് ബാബുരസ്വാമി. ഒരു സ്ഥാനം നമ്മുടെ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും നമ്മുടെ എല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും ബാബറിനൊരു സ്ഥാനം ഉണ്ടാക്കട്ടെ. അതിന് ഇവിടുത്തെ ക്ഷേത്രവും ഇവിടുത്തെ പ്രസിഡന്റിയും ഇവിടുത്തെ ഭാരവാഹികളും മുൻകൈ എടുക്കട്ടെ. അതിന് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ അനുഗ്രഹവും സപ്പോർട്ടും കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്താ ഇത്രയും നാളെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. എന്റെ വാക്കുകൾ ആ ഭഗവത് തൃപ്പാദങ്ങൾ ഞാൻ പുഷ്പങ്ങളായി സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഓം ഹരിഹരസുധാനന്ദ തീർത്ഥനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ.